ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് ക്യാരറ്റ് പോളൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് വലിയൊരു ക്യാരറ്റാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ചെറിയ ക്യാരറ്റ് ആണെങ്കിൽ 2 എണ്ണം എടുക്കുക. ഇനി നമ്മൾ അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഞാനിവിടെ 2 വിസിലാവുന്നത് വരെയാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. ക്യാരറ്റിന് 2 വിസിൽ മതി, അപ്പോഴേക്ക് തന്നെ ക്യാരറ്റ് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പം നമ്മൾ ക്യാരറ്റൊക്കെ വന്നതിന് ശേഷം അതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കൊരു മിക്സീൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. എനിക്ക് തിരക്ക് കാരണം അധികം ചൂടാറാനൊന്നും ഞാൻ നിന്നില്ല, അപ്പോഴേക്ക് ഇട്ടിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് 2 ഏലക്ക ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 എഗ്ഗ് പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ ധൃതി കാരണം രണ്ടാമത്തെ എഗ്ഗ് ഒഴിച്ചപ്പോൾ കുറച്ചൊന്ന് പുറത്തേക്ക് പോയിട്ടോ, കുറച്ചേ പോയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ എഗ്ഗൊന്നും എടുത്തില്ല, കാരണം ഇതിലേക്ക് കുറച്ച് ക്വാണ്ടിറ്റി വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ മൊത്തത്തിൽ കൊള്ളാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും എടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇനി ഒരു പാൻ എടുത്തിട്ടുണ്ട്, അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് അത് കോരി മാറ്റിയതിന് ശേഷം നമുക്ക് നമ്മളെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ചെറിയ പാൻ എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. നമ്മൾ ക്വാണ്ടിറ്റി കുറവല്ലേ, അപ്പോൾ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് ചെറിയ പാൻ എടുക്കുമ്പോൾ നമുക്ക് കട്ടിയിൽ കിട്ടും. അപ്പം കുറച്ച് വലിയ പാൻ ആണെങ്കിൽ നമുക്ക് അത്ര കട്ടിയിൽ കിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുക്കായതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർക്കുക. അപ്പം വളരെ എളുപ്പത്തിൽ നമ്മൾ ക്യാരറ്റ് പോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.